അഖില ഭാരതീയ സമന്വയ ബൈഠക് പുരോഗമിക്കുന്നു. പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന ബൈഠക് നടക്കുന്നത്. BJP, BMS ഉൾപ്പെടെ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെ ബൈഠക്കിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ബൈഠക്കിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? ലക്ഷ്മി, രാവിലെ കൃത്യം 9 മണിക്കാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് ആരംഭിച്ചത്. വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെയും ആ ഉരുൾപൊട്ടലിൽ സ്വയംസേവകർ നടത്തിയ സേവന പ്രവർത്തനങ്ങളെയും ഒപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ബൈഠക്ക് ആരംഭിച്ചത്. അതിനുശേഷം മറ്റ് വിവിധ ക്ഷേത്ര സംഘടനകൾ, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 32 വിവിധ ക്ഷേത്ര സംഘടനകൾ, BJPയും BMSും ABVP ഉൾപ്പെടെയുള്ള 32 വിവിധ ക്ഷേത്ര സംഘടനകളിൽ നിന്നുള്ള 230 പ്രതിനിധികളാണ് ബൈഠക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 90 പേർ അഖില ഭാരതീയ സംഘത്തിന്റെ അഖില ഭാരതീയ ചുമതല വഹിക്കുന്ന 90 കാര്യകർത്താക്കളുമുണ്ട്. അങ്ങനെ 320 കാര്യകർത്താക്കളാണ് ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. ഓരോ കാര്യകർത്താക്കളും ഇപ്പോൾ അവരുടെ ആ മേഖലകളിലുണ്ടായ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമായിരുന്നു അവരുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഓരോ ഇപ്പോൾ BJP ആണെങ്കിൽ BJP കഴിഞ്ഞ തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഉൾപ്പെടെ, ആ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും നരേന്ദ്രമോദി സർക്കാരിന് അധികാരത്തിലേറാൻ കഴിഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തന റിപ്പോർട്ടിൽ. സേവാഭാരതി, ദേശീയ സേവാഭാരതി ആണെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അപകടങ്ങളും മറ്റും അവിടെ നടത്തിയ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ് സേവാഭാരതി പറയുന്നത്. അതുപോലെ തന്നെ വനവാസി കല്യാണാശ്രമം, വനവാസി ജനങ്ങൾക്കിടയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും മറ്റുമുള്ള റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ സംഘടനകളും അതത് മേഖലകളിൽ, അവരുടെ പ്രവർത്തന മേഖലകളിൽ നടത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിന് ശേഷം മറ്റ് പ്രധാന വിഷയങ്ങളിലൊക്കെ ചർച്ച നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാജ്യത്തെ പ്രധാന സംഭവങ്ങൾ, പ്രധാന വിഷയങ്ങൾ, അത് ബംഗാളിലെ ഹിന്ദു കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ചർച്ച നടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോഴും ബൈഠക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം വിഷയങ്ങൾ ഇപ്പോൾ നിലവിൽ, ഏതായാലും വയനാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് തുടക്കം കുറിച്ചത്. അതായത് വയനാട്ടിൽ ഉരുൾപൊട്ടലും അവിടെ സ്വയംസേവകർ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണെങ്കിലും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ടാണ് ബൈഠക്കിന് തുടക്കമായിരിക്കുന്നത്. ഈ ഉച്ചയോട് അടുക്കുമ്പോഴും ഇപ്പോൾ ഓരോ സംഘടനകളായി അവരുടെ ആ ഒരു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.